ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണേ. അപ്പോൾ നമുക്കൊരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഉണക്കമീൻ ചമ്മന്തി നമുക്കിത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെട്ടി ഇതിൻ്റെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് തലയൊക്കെ എടുത്ത് കളയണം, വാലെടുത്ത് കളയണം. അപ്പോൾ എന്നിട്ട് ഇതിനെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, അതേപോലെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ മീനെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് തണുക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതേപോലെ ചുവന്നുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു പച്ചീർക്കലിനകത്ത് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്, കൊരുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിലോട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. കനലുണ്ട്, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മൾ മുളക് ചുട്ടെടുത്ത് നമ്മൾ ചുവന്നുള്ള ഇതുപോലെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും ഉള്ളിയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഞെട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം കല്ലേൽ അരയ്ക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അരയ്ക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം.